ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചക്ക വരട്ടിയതാണ്. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഒരു ജോലിയായിട്ട് തോന്നുകയില്ല. അപ്പോൾ എളുപ്പത്തിൽ ചെയ്തെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതിൽ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനടെ നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ എങ്ങനെയാണ് ഈ ടേസ്റ്റി ആയിട്ടുള്ള ചക്ക വരട്ടിയത് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചക്ക വരട്ടിയതാണ്. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഞാൻ നല്ല പഴുത്ത ചക്ക വേണം. അപ്പോൾ നമ്മൾ വരിക്ക ചക്ക വെച്ചാണ് ഈ ചക്ക വരട്ടി ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല പഴുത്ത ചക്കയാണ്. ഇനി ഇതിനെ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വേണമെങ്കിൽ എടുക്കാം. പണ്ടൊക്കെ കൊത്തിയെടുക്കുമായിരുന്നു, പലകയിൽ വെച്ച് കൊത്തിയെടുക്കും. ഇപ്പോൾ നമുക്കത് അതൊക്കെ ബുദ്ധിമുട്ടാണ്. അത് ചെയ്യാൻ പറ്റുന്നുള്ളവർക്ക് ആ രീതിയിൽ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഒന്ന് മിക്സിയിൽ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ മിൻസ് ചെയ്ത് എടുക്കാം. ഇതുപോലെ ചെറുതായി ഇത് നമുക്ക് കൊത്തിയെടുത്തതുപോലെ കിട്ടും. ഇപ്പോൾ ഇത് മിക്സിയിൽ വെച്ച് വേണമെങ്കിലും ചെയ്യാം. ചെറിയ ജാറിൽ വെച്ച് നമുക്ക് പൾസ് മോഡിലിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു 700 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിനെ നന്നായിട്ട് ഒന്ന് പൊടിച്ചതിന് ശേഷം നമുക്ക് ഒരല്പം ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഇതിനെ ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ശർക്കര ഉരുക്കാനായി വെച്ചിട്ടുണ്ട്. ഇത് ഉരുക്കിയിട്ട് നമുക്ക് അരിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഈ നമ്മൾ കൊത്തിയെടുത്ത ചക്ക ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിൽ ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ചക്ക ഒരു 5 മിനിറ്റ് വേവിച്ചിട്ടുണ്ട്, കുറച്ച് വെള്ളം ഒഴിച്ച്. അപ്പം മിൻസ് ചെയ്തതിന് ശേഷമുള്ള അളവ് ഈ കപ്പിൽ ഒരു 4 കപ്പ് ചക്കയുണ്ട്. ഇനി നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ അരിച്ച് എടുത്തതാണ്. ഇതിപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ചക്ക വരട്ടാനായി കുറച്ച് പൊക്കമുള്ള പാത്രം എടുക്കുന്നതാണ് നല്ലത്, കാരണം ഇത് തെറിക്കും. ഇടയ്ക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് മൂടി വയ്ക്കാം. അടിക്ക് പിടിക്കരുത്, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഫ്ലെയിം കുറച്ചതിന് ശേഷം
ചെറുതായിട്ടൊന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ കുറച്ചൊന്ന് ശർക്കരയൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ആദ്യം ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്തതേ ഉള്ളൂ. അതിനുശേഷം നെയ്യ് ഇതുവരെ ചേർത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റേജ് എത്തിയിട്ടുണ്ട്. ശർക്കര വെള്ളമൊക്കെ കുറച്ചുകൂടെ ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടെ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു 7-8 ഏലക്കായ കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം. നമുക്ക് ഈ ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അവസാനം ആകുമ്പോൾ ഫ്ലെയിം കുറച്ച് കൊടുക്കാം, നന്നായിട്ട് കുറച്ച് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം. ഉടനെ നമ്മൾ പാത്രമിട്ട് മൂടി വയ്ക്കേണ്ട, അങ്ങനെയാണെങ്കിൽ ആവി വെള്ളം വീഴും. അപ്പോൾ കുറച്ച് തണുത്തതിന് ശേഷം മൂടി വയ്ക്കാം. അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. കുറച്ച് ദിവസമൊക്കെ പുറത്ത് ഇരിക്കും. അപ്പോൾ കൂടുതൽ ദിവസം മാസങ്ങളോളം വേണമെങ്കിൽ നമുക്കിത് ഫ്രിഡ്ജിൽ വയ്ക്കാം. അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.